നമസ്കാരം. ആഹാ, എന്താ സന്തോഷം, എന്താ സന്തോഷം. ഇന്ന് ബെൽജിയവും US തമ്മിലുള്ള മത്സരത്തിൻ്റെ അവസാനം US ഗോളി നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? ഇത് തന്നെയാണ് സന്തോഷം. അർജൻറ്റീന ജയിച്ചിട്ട് വരെ എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടായിട്ടില്ല. എന്താ കഥ, എന്തൊക്കെയാണ് നടന്നത്? നമുക്ക് ഗംഭീരമായിട്ട് നടന്ന ഈ കളിയെ പറ്റിയിട്ടും ആ കളീൻ്റെ അലയൊലികൾ എന്തൊക്കെയാണെന്നതിനെ പറ്റിയിട്ടും പരിശോധിച്ചേ മതിയാവും. ട്രംപും ഫിഫ പ്രസിഡന്റ് ജിയോവാനി ഇൻഫാന്റിനോയുടെയും ചിത്രം കൂടി നമ്മൾ കാണണം. ലോക ചരിത്രത്തിൽ ഫുട്ബോൾ വിജയത്തിന് ഭീഷണിയുമായി ഇറങ്ങിത്തിരിച്ച ഒന്നോ രണ്ടോ ഭരണാധികാരികളേ ഉള്ളൂ. എന്തായാലും അതിൽ ഹിറ്റ്ലറുണ്ട്. ഹിറ്റ്ലറിൻ്റെ പച്ചക്കുള്ള ഭീഷണി ഉണ്ട്. ഒടുവിൽ തൻ്റെ രാജ്യത്തിൻ്റെ USA പ്രീ ക്വാർട്ടർ മത്സരത്തിലെ തടസ്സം ഒഴിവാക്കി വിജയിക്കുന്നതിന് വേണ്ടി ട്രംപിൻ്റെ ഇടപെടൽ ഉണ്ടായി. എന്നിട്ടോ ആദ്യ ശ്രമം വിജയിച്ചു. ഏത് ഇടപെടൽ? ഒരു കളിക്കാരൻ്റെ മത്സരത്തിൽ കളിക്കാരൻ്റെ ചുവപ്പ് കാർഡിൻ്റെ സസ്പെൻഷൻ മാറ്റിവെക്കാനുള്ള ഇടപെടൽ. എന്നിട്ട് മത്സരത്തിൽ ബെൽജിയം 4 ഗോൾ അങ്ങോട്ട് അടിച്ചു കൊടുത്തു USAക്ക്. ട്രംപിൻ്റെ ചെകിട്ടത്ത് കൊണ്ട 4 ഗോളുകൾ. USA പരാജയപ്പെടുത്തി ബെൽജിയം ക്വാർട്ടർ ഫൈനലിലെത്തി. ഇതോടെ ആതിഥേയ രാജ്യങ്ങൾ 3 പുറത്തായി. കാനഡ, മെക്സിക്കോ, ഇപ്പോൾ USAയും പുറത്ത്. USA പുറത്താകലിൽ ഒരു കാവ്യനീതി കൂടിയുണ്ട്. ഒരു മത്സരത്തിലും തോൽക്കാതെ പുറത്തായ ഇറാനോട് കളിക്കു പുറത്ത് മനുഷ്യവിരുദ്ധമായി പെരുമാറിയ, മൈതാനത്തിന് പുറത്ത് ഇടപെട്ട ട്രംപിൻ്റെയും ഇൻഫാന്റിനോവിൻ്റെയും ഫിഫയുടെയും കുടില തന്ത്രങ്ങൾക്ക് ഉള്ള ഒരു മറുപടി എന്ന മട്ടിലാണ് ഞാൻ ഈ കളിയെ കാണുന്നത്. നമ്മുടെ ലൂക്കാക്കുവും സംഘവും അടിച്ചു പരത്തിയ ആ മത്സരവും ട്രംപിൻ്റെ ഇടപെടൽ കഥയും കൂടി നമ്മൾ ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് പരിശോധിക്കുക? കളിയിലേക്ക് കടക്കും മുമ്പ് ട്രംപിൻ്റെ പ്രസിഡൻഷ്യൽ അഹന്ത എന്താണെന്ന് നോക്കാം. അതായത് ഇൻഫാന്റിനോവിനെ വെച്ച് ഫിഫയെ വെച്ച് കളിച്ച കളി. നേരത്തെ ബോസ്നിയ ഹെർസഗോവിനക്കെതിരായ മത്സരത്തിൽ US 2-0 ജയിച്ച മത്സരം ഉണ്ടായിരുന്നു. ബലോഗൻ്റെ കടുത്ത ഫൗളിനെതിരെ ചുവപ്പ് കാർഡും കിട്ടിയിരുന്നു. ആ മത്സരത്തിൽ ബലോഗൻ ഒരു ഗോളും നേടിയിരുന്നു. എന്നാൽ പ്രീ ക്വാർട്ടറിൽ ചുവപ്പ് കാർഡിൻ്റെ പണിഷ്മെൻറ്റ് ബാക്കിയുണ്ടായിരുന്നു. കളിക്കാൻ പറ്റില്ല. അസാധാരണമായി ബലോഗൻ്റെ ശിക്ഷ പിൻവലിക്കപ്പെട്ടു. മറ്റൊരു കളിക്കാരനും ടീമിന് ലഭിക്കാത്ത ഇളവ്. ആ ഇറാൻകാർ കളിക്കാൻ വന്നിട്ട് കളി കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ വിമാനം കയറി വിട്ടോളാം, അല്ലെങ്കിൽ തീർത്ത് കളയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രംപിൻ്റെ ഭരണകൂടവും അത് കേട്ടനുസരിച്ച ഇൻഫാന്റിനോയുമാണല്ലോ. പക്ഷേ ഇവിടെ നടന്ന എന്താണ്? ഈ ചുവപ്പ് കാർഡിൻ്റെ ശിക്ഷ തന്നെ പിൻവലിച്ചു കൊടുത്തു USA കളിക്കാരന്. 2 നീതി എന്നൊക്കെ പറയില്ലേ, സംഗതി അതിൻ്റെ പിന്നിൽ കളിച്ച കളി പിന്നീടാണ് പുറത്തായത്. ഫ്ലോറിൻ ബലോഗൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ താൻ ഫിഫ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു എന്ന് ട്രംപ് വെളിപ്പെടുത്തി. പിന്നീട് വന്ന ഫിഫ തീരുമാനത്തെ അഭിനന്ദിച്ചു പരസ്യമായി തൻ്റെ ട്രൂത്ത് സോഷ്യൽ ട്രംപ്. ഇതോടെയാണ് ബെൽജിയവുമായുള്ള USA പ്രീ ക്വാർട്ടർ മത്സരം ലോക ശ്രദ്ധ നേടിയത്. പണ്ട് തൻ്റെ രാജ്യം കപ്പടിക്കാൻ ഇടപെട്ട ഹിറ്റ്ലറുടെ നടപടികളോട് വരെ ട്രംപിൻ്റെ ഇടപെടൽ തുലനം ചെയ്യപ്പെട്ടു. ഇറാനോട് പ്രാഥമിക റൗണ്ടിൽ ട്രംപും ഫിഫയും സ്വീകരിച്ച നടപടികൾ കായിക ലോകം അപലപിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കളിക്ക് പുറത്തെ അധികാരാർത്ഥികൾ കളിയുടെ മേൽ സ്വാധീനം ചെലുത്തുന്ന കാഴ്ച പിന്നെയും ഉണ്ടായി. ചില റഫറിമാരുടെ വിസ നിഷേധമടക്കം നീക്കങ്ങൾ വിവാദത്തിലാക്കി. എന്തായാലും കളി തുടങ്ങി. ഏത് കളി? ബെൽജിയം USAയും തമ്മിലുള്ള കളി. ആദ്യ 11-ൽ തന്നെ ബലോഗൻ USA പടയാളിയായി ഇറങ്ങുകയും ചെയ്തു. ഏത് ബലോഗൻ? സസ്പെൻഷൻ പിൻവലിച്ച് വലിയ ഔദാര്യത്തിലേക്ക് എത്തിയ ബലോഗൻ. എന്നാൽ ട്രംപ് ഇടപെട്ട് മാറ്റിയ സസ്പെൻഷൻ മൂപ്പർക്ക് സമ്മർദ്ദമായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കളിയിൽ പതിവ് മികവെടുക്കാൻ മൂപ്പർക്ക് കഴിഞ്ഞില്ല. ആകെ പോസ്റ്റിലേക്ക് പോയത് ഒറ്റ ഷോട്ട് മൂപ്പരുടെ വക. കാര്യമായ അസിസ്റ്റുകളും ഉണ്ടായിട്ടില്ല. US സ്ട്രൈക്കർ നിരാശപ്പെടുത്തിയത് മാത്രമല്ല, USA തകർന്നടിഞ്ഞതും കണ്ടു. ബലോഗൻ്റെ ആകെ സമ്പാദ്യം 19 ടച്ചും 3 ഷോട്ടും. USA തുടക്കം മുതൽ കുഴപ്പത്തിലാക്കി ബെൽജിയം. ചാൾസ് ഡി കെറ്റലാരോയുടെ ഇരട്ട ഗോളുകൾ, വാനാഗൻ്റെ ഗോൾ, പിന്നെ നമ്മുടെ ലൂക്കാക്കുവിൻ്റെ ഗോൾ, എല്ലാം കൂടി 4 എണ്ണം ട്രംപിൻ്റെ ചെകിട്ടത്തടിച്ചു കൊടുത്ത് പാഴ്സലാക്കി വിട്ടു വൈറ്റ് ഹൗസിലേക്ക് ബെൽജിയം. കളി നല്ല രസമായിരുന്നു. ആദ്യ മിനിറ്റ് മുതൽ ബെൽജിയം ആക്രമണം തുടങ്ങി. ടിലസ്മാനും കാസ്റ്റാഗ്നെയും കെറ്റലരെയും ആഞ്ഞടിയായിരുന്നു. US ഗോൾ കീപ്പർ മാറ്റ് ഫ്രീസിന് കട്ടപ്പണി. 4-ൽ ഒതുങ്ങിയത് മൂപ്പരുടെ ഗോൾ കീപ്പറുടെ കഴിവുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഒടുവിൽ മൂപ്പർ ആ തലയിൽ കൈവച്ച് നിപ്പ് തന്നത്. ഇത്രയല്ലേ കിട്ടിയുള്ളൂ എന്നായിരിക്കും ചിലപ്പം മൂപ്പർ അന്നേരം വിചാരിച്ചിട്ടുണ്ടാവുക. അല്ലാതെ തോറ്റുപോയതിൻ്റെ സങ്കടമായിരിക്കില്ല. 4 ഗോളല്ലേ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ട് ആശ്വാസം എന്നായിരിക്കും മൂപ്പർ വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് 9-ാം മിനിറ്റിൽ കളി ഇങ്ങനെ പോകുമ്പോൾ 9-ാം മിനിറ്റിൽ നിക്കോളറസ്കിൻ്റെ അസിസ്റ്റിൽ കെറ്റലവരെ 9-ാം മിനിറ്റിൽ ബെൽജിയത്തിൻ്റെ ഗോൾ നേടിയത്, ആദ്യത്തെ ഗോൾ. എന്നാൽ ബെൽജിയത്തെ ഞെട്ടിച്ച് പിന്നാലെ ഹൈഡ്രേഷൻ ബ്രേക്കിൻ്റെ ശേഷം ഫ്രീ കിക്ക് അവസരം മുതലെടുത്ത് US സമനില ഗോൾ നേടി. മാലിക് ടിൽമാൻ്റെ ഗോൾ. സ്കോർ 1-1. സംഗതി കൈവിട്ടു പോകുമോ എന്ന ആശങ്കക്കൊന്നും വകുപ്പില്ലായിരുന്നു. ഞാൻ കളി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതെന്തായാലും ബെൽജിയം ജയിക്കുന്നു. കാരണം ഈ 1-1 കഴിഞ്ഞ് US തിരിച്ചടിക്കാനൊന്നും പറ്റൂല. അല്ലെങ്കിൽ തിരിച്ചടിച്ചാൽ തന്നെ തിരിച്ച് അമ്മാതിരി പടപടടിക്കാൻ ബെൽജിയത്തിൻ്റെ കളി അതുവരെ നമ്മളെ ബോധിപ്പിച്ചിരുന്നു. ബെൽജിയത്തിൻ്റെ ആധിപത്യം അങ്ങനെ ആയിരുന്നു. ആ മട്ടിലാണ് അവർ കളിച്ചത്. 31-ാം മിനിറ്റിൽ ചാൾസ് ഡെ കെറ്റ്ലറയുടെ ഒരു ഗംഭീര ഗോൾ, 2ാമത്തെ ഗോൾ. ബെൽജിയം വീണ്ടും മുന്നിൽ 2-1. ബ്രേക്ക് കഴിഞ്ഞ് US തിരിച്ചുവരവ് പലരും പ്രതീക്ഷിച്ചു. എന്നാൽ ബെൽജിയം കൂടുതൽ കരുത്തരായിരുന്നു 2ാം പകുതിയിൽ. 57-ാം മിനിറ്റിൽ ആദ്യ ഗോളുകൾ നേടിയ കെറ്റലയുടെ അസിസ്റ്റിൽ ഹാൻസ് വനഗൻ്റെ വക ഒരു ഉഗ്രൻ 3-ാം ഗോൾ. ഒടുക്കം പകരക്കാരനായി എത്തിയ ലൂക്കാക്കു വക അവസാന താണിയും അടിച്ചു കൊടുത്തു. 4-1.
ലൂക്കാക്കു എടാ എന്നാണ് ഞാൻ തുടക്കം മുതൽ നോക്കിയിരുന്നത്. ലൂക്കാക്കുവിനെ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഹസാഡും ഡിബ്രൂയനും ലൂക്കാക്കു ഒക്കെ വന്ന് കളിക്കുമ്പോൾ നല്ല രസമായിരുന്നു. ലൂക്കാക്കു ഇപ്പോൾ പഴയ ഫോമിലൊന്നും അല്ലെങ്കിലും ആൾ ബോളുമായി പോകുന്നത് കാണാൻ വേണ്ടി ഞാനിപ്പോൾ ആഗ്രഹിക്കലുണ്ട്. 2018 ലോകകപ്പിൽ കറുത്ത കുതിരകളായി വിശേഷിപ്പിക്കപ്പെട്ട് ബെൽജിയം നടത്തൊരു തിരിച്ചുവരവുണ്ട്, അവരുടെ രാജ്യത്തിൻ്റെ ലോകകപ്പിലേക്കുള്ള തിരിച്ചുവരവ്. അതൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മ. 1986 അവർ നേരത്തെ സെമി ഫൈനലിൽ എത്തിയത്. അന്ന് പക്ഷേ ലൂസേഴ്സ് ഫൈനലിൽ തോറ്റുപോയി. എന്നാൽ 2018 3-ാം സ്ഥാനത്ത് എത്തി. കഴിഞ്ഞ തവണ പക്ഷേ നോക്കൗട്ടിലേക്ക് എത്തിയില്ല, നിരാശയായിരുന്നു. നമ്മുടെ ലൂക്കാക്കു ഒക്കെ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. ഇത്തവണ പക്ഷേ ചില്ലറക്കളിയല്ല. ലൂക്കാക്കുവിന് പ്രായം 10-33 ആയെങ്കിലും പഴയ ഫോമിൽ അല്ല എങ്കിലും പ്രതിഭ അങ്ങനെ അങ്ങ് വറ്റിപ്പോയിട്ടില്ല എന്ന് ഇന്നലെയും തെളിയിച്ചു. എന്തായാലും 4ാമത്തെ ഗോൾ മൂപ്പരുടേതായത് വലിയ സന്തോഷം, പ്രത്യേക സന്തോഷം. അങ്ങനെ കളി കഴിയുമ്പോൾ എല്ലാവരും കൂടി 4 അടി പാർസലാക്കി ട്രംപിൻ്റെ വൈറ്റ് ഹൗസിലേക്ക് അടിച്ചുവിട്ടു. ബെൽജിയം സെനഗലിനെ തോൽപ്പിച്ചതിൻ്റെ ഒരു സങ്കടം അന്നേരം എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ കളിയിൽ USA വേണ്ടത് കൊടുത്തപ്പോൾ അതങ്ങ് തീർന്നു. സെനഗലിൻ്റെ തോൽവി സാരമില്ല, അതങ്ങ് സഹിക്കാമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇത് 1-1.5 കളിയാണല്ലോ. സന്തോഷമായി ലൂക്കാക്കു, സന്തോഷമായി. ഏറ്റവും രസകരം ഫൊളാരിൻ ബലോഗൻ്റെ സസ്പെൻഷൻ മാറ്റിച്ചിട്ട് US കളിക്കാൻ ഇറങ്ങിയതിലെ തന്ത്രം ആയിരുന്നു. US കളിയുടെ തന്ത്രം പന്തിട്ട് തട്ടി വെറുതെ നേരം കൊല്ലുക, എന്നിട്ട് ഏതെങ്കിലും ഗ്യാപ്പിൽ പോയി ഗോളടിക്കുക, അങ്ങനെ ജയിക്കുക എന്നുള്ളതായിരുന്നിരിക്കണം. അങ്ങനെ സമ്പൂർണ്ണമായി ഒരു ബോറൻ കളിയായിരിക്കണം. പണ്ട് സ്പെയിനിനെ കുറിച്ച് നമ്മൾ കുറ്റം പറയുമല്ലോ, അമ്മാതിരി കളി. എന്നാൽ ബെൽജിയം അതൊന്നും നോക്കിയില്ല, അതൊന്നും ഇവിടെ ചിലവാവില്ല എന്ന മട്ടായിരുന്നു. അതുകൊണ്ട് അടിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള കളിയാണ് അവർ കളിച്ചത്. ടീം സ്റ്റാറ്റസിൽ അത് കാണാം. കാരണം അതിൽ കണക്കിലൊക്കെ US മുന്നിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. കാരണം ബോറൻ കളി, ഈ റിസൾട്ട് കിട്ടിയ 4-1 റിസൾട്ട് കിട്ടിയ കളിയിൽ ഇമാതിരി ടീം സ്റ്റാറ്റസ് ആണെങ്കിൽ എന്തായിരിക്കും USA ആ ബോറൻ കളിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വായിക്കാം. ഷോട്ട്സിൻ്റെ കാര്യത്തിൽ ബെൽജിയത്തിൻ്റെ മികവ് പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ട്. ഷോട്ട്സിൽ 6 ഷോട്ട്സാണ് USA അടിച്ചത്, 15 എണ്ണം ബെൽജിയത്തിന്. 2 ടാർഗറ്റിലേക്കുള്ള ഷോട്ട് മാത്രമാണ് USA ഉണ്ടായിരുന്നത്, 7 എണ്ണം ബെൽജിയത്തിന്. എന്നാൽ മറ്റ് സെഗ്മെൻറ്റ് നോക്കൂ. പൊസഷൻ 57% USA, 43% മാത്രമാണ് ബെൽജിയത്തിന്. 476 പാസുകളാണ് അമേരിക്ക അടിച്ചത്, 390 ബെൽജിയത്തിന്. 476 ഈ 4 ഗോളിന് തോറ്റ ടീമിൻ്റെ പാസ്സാണ്. 89% പാസ് അക്യുറസി ഇവർക്ക് USA, 83% ബെൽജിയത്തിന്. ഫൗൾസ് 10 എണ്ണം USA, 9 എണ്ണം ബെൽജിയത്തിന്. യെല്ലോ കാർഡ് 2 എണ്ണം USA, ബെൽജിയത്തിന് യെല്ലോ കാർഡൊന്നുമില്ല. കോർണർ 3 കോർണർ USA, 5 എണ്ണം ബെൽജിയത്തിന്. ഓഫ് സൈഡ് 1 അത് ബെൽജിയത്തിനാണ്. ഇതാണ് കണക്ക്. സ്റ്റാറ്റസിൽ ആധിപത്യം പക്ഷേ പഴങ്കതിയായി. ബെൽജിയം സൂക്കേട് തീർത്തു കൊടുത്തു USA. നാണം കെട്ടുള്ള മടങ്ങിപ്പോക്ക് വരുത്തി വെച്ചതാണത്. അത് അവർ അർഹിക്കുന്നതുമാണ്. കളിക്കു പുറത്തെ കുടില തന്ത്രങ്ങൾക്ക് മൈതാനത്ത് ലഭിച്ച ശിക്ഷ. ലോകത്തിന് മുന്നിൽ നാണം കെട്ടത് USA കളിക്കാരോ ടീമോ അല്ല, സാക്ഷാൽ ട്രംപും ഇൻഫാന്റിനോയും ആണ്. സംഗീത് ശേഖറിൻ്റെ ശ്രദ്ധേയമായൊരു നിരീക്ഷണം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. അദ്ദേഹം എഴുതിയ കുറിപ്പിലെ ഒരു പ്രസക്ത ഭാഗം ഈ നമ്മുടെ നിരീക്ഷണത്തോട് ചേർത്ത് വായിക്കാവുന്ന ഒരു ഭാഗമുണ്ട്, അത് ഞാൻ വായിക്കാം. ഇതേ ലോകകപ്പിൽ ഇറാൻ ടീമിനെയും കളിക്കാരെയും ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ആതിഥേയ രാജ്യമായ അമേരിക്ക അടിച്ചമർത്തുകയും അപമാനിക്കുകയും ചെയ്തപ്പോൾ അതിനെല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ് ഇൻഫാന്റിനോ. അതോർക്കണം. ഇറ്റ് ഈസ് ബെറ്റർ ടു ഡൈഡ് ഓൺ യുവർ ഫീറ്റ് ദാൻ ടു ലൈവ് ഓൺ യുവർ നീ എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഇറാൻ അക്ഷരാർത്ഥത്തിൽ ചെയ്തതും അതായിരുന്നു. ഗ്രൗണ്ടിൽ അവർക്ക് 11 പേരടങ്ങുന്ന ടീമുകളെ നേരിട്ടാൽ മതിയായിരുന്നു. ഗ്രൗണ്ടിന് പുറത്തോ മറ്റൊരു ടീമിനും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ട് പിടിച്ചു നിന്നവർ അവസാനത്തെ കടമ്പയിൽ തട്ടിയാണ് വീണുപോയത്. തീർച്ചയായും ഇറാനേക്കാൾ മികച്ച ഫുട്ബോൾ കളിച്ചവരാണ് നോക്കൗട്ടിലേക്ക് പകരം കടന്നത് എന്നത് അംഗീകരിക്കുമ്പോൾ തന്നെ പ്രിവിലേജുകളുടെ അകമ്പടിയോടെ വരുന്നവരും അതിജീവനത്തിൻ്റെ മന്ത്രങ്ങൾ ഉരുക്കഴിക്കുന്നവരും തമ്മിൽ താരതമ്യങ്ങൾ സാധ്യമല്ല എന്നതും ഓർമ്മിപ്പിക്കണം. ഈജിപ്തിനെതിരെയുള്ള അവസാന മത്സരം കളിക്കാൻ അമേരിക്കയിലേക്ക് പോകുന്ന ഇറാന്റെ നായകൻ മെഹ്ദി തരേമി എയർപോർട്ടിൽ തടഞ്ഞു വെക്കപ്പെട്ടു. നീണ്ട ചോദ്യം ചെയ്യലിലേക്ക് അയാൾ എടുത്തെറിയപ്പെട്ടു. അയാളില്ലാതെ തങ്ങൾ യാത്ര ചെയ്യില്ല എന്ന നിലപാടുമായി ടീം ഒന്നടങ്കം തങ്ങളുടെ നായകനൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു. മണിക്കൂറുകൾക്ക് മുന്നേ US ഒഫീഷ്യൽസ് ഒരു തടസ്സവുമില്ലാതെ ഇറാൻ ടീമിന് അമേരിക്കയിൽ പ്രവേശനം ഉറപ്പ് നൽകിയിരുന്നു എന്നോർക്കണം. ഇതാദ്യമായിട്ടായിരുന്നില്ല. ന്യൂസിലാൻഡിനെതിരെയുള്ള കളിക്ക് ശേഷം തിരിച്ച് മെക്സിക്കോയിലേക്ക് മടങ്ങുമ്പോഴും മെഹ്ദി തടഞ്ഞു വെക്കപ്പെട്ടു. ഇറാനിയൻ ടീമിന് അമേരിക്കയിൽ നിൽക്കാൻ അനുവാദമില്ലായിരുന്നു. മത്സരശേഷം ഉടനെ അമേരിക്ക വിടുക, വിമാനം കയറി പോവുക, അടുത്ത മത്സരത്തിന് മുന്നേ തിരികെ എത്തുക, വിശ്രമിക്കാൻ പോലും അനുവാദമില്ല. അതിനു പുറമെയാണ് എയർപോർട്ടുകളിൽ വെച്ചുള്ള ഇമാതിരി പരിശോധനാ നാടകങ്ങൾ. മുന്നേയും ശേഷവും ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. കളിക്ക് ശേഷം റീഗ്രൂപ്പ് ചെയ്യാനോ കളിക്ക് മുന്നേ മാനസികമായി തയ്യാറെടുക്കാനോ ഉള്ള സാഹചര്യമില്ല. ഓരോ മത്സരത്തിന് ശേഷവും തങ്ങളെ കാത്തിരുന്ന അടുത്ത പ്രതിസന്ധി എന്തായിരിക്കും എന്ന ചിന്തയിലായിരുന്നു ഇറാൻ ടീം. അപമാനിക്കുകയായിരുന്നു, തളർത്തുകയായിരുന്നു, ഒറ്റപ്പെടുത്തുകയായിരുന്നു. ഏതൊരു മാനസികാവസ്ഥയിലായിരിക്കും ഇറാൻ ഓരോ മത്സരവും കളിച്ചതെന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയൂ.
വംശീയതക്കെതിരെ, അടിച്ചമർത്തലുകൾക്കെതിരെ, വിദ്വേഷത്തിനെതിരെ 11 പേർ അവരുടെ കാലുകളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പന്തിലൂടെ പ്രതികരിക്കുമ്പോൾ ഫുട്ബോൾ ചിലപ്പോഴൊക്കെ പ്രതിഷേധത്തിൻ്റെ സ്വരമാകുന്നുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ വിവേചനങ്ങൾക്കും കടന്നുകയറ്റങ്ങൾക്കും മുന്നിൽ തലകുനിക്കാൻ മെഹ്ദി തരേമിയും അയാൾ നയിക്കുന്ന ടീമും ഒരു ഘട്ടത്തിലും തയ്യാറായില്ല. ഈ ലോകകപ്പിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ടീമിൻ്റെ പ്രതിഷേധത്തിൻ്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ മുഴക്കി അവരെ അടയാളപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇറാൻ മടങ്ങിയതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് സംഗീത് ശേഖർ നിരീക്ഷിക്കുന്നത്. ഇന്നത്തെ US-ൻ്റെ പരാജയവും തോൽക്കാത്ത ഇറാനെ പറഞ്ഞയച്ചതും അവർക്കെതിരെ നടത്തിയ കുടില തന്ത്രങ്ങളും ഒക്കെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇപ്പോൾ USA-ക്ക് സംഭവിച്ചത് എന്താണ്? ഭരണാഹന്തയുടെ വടിയെടുത്ത് വീശി കളി നിയമം മാറ്റിയെഴുതിച്ച് ടീമിനെ ജയിപ്പിക്കാൻ നാണം കെട്ട കളി കളിച്ചു. അതിനൊപ്പം ഫിഫയും ഇൻഫാന്റിനോയും. പക്ഷെ കളിക്കളത്തിൽ അവർ തോറ്റു, നാണം കെട്ട് തോറ്റു. ഇത് ഹിറ്റ്ലറുടെ കാലമല്ല, എന്തിന് ഇറാഖിനെ തകർത്ത ജോർജ് W. ബുഷിൻ്റെ കാലം പോലുമല്ല, ഇറാനിൽ നിന്ന് തോറ്റുമടങ്ങിയ ട്രംപിൻ്റെ കാലമാണ് എന്ന് ട്രംപ് തന്നെ ഓർത്തില്ല. US-നെ പരത്തിയടിച്ച ബെൽജിയത്തിൻ്റെ കാലമാണ്. നന്ദി ബെൽജിയം, ഈ കെട്ടകാലത്തും ഈ സന്ദേശം ഉറക്കെ പറയാൻ ഒരവസരം തന്നതിന്, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തൃപ്തിയടയാൻ നമുക്ക് അവസരം തന്നതിന്. പരിപാടി നിർത്തി പോയിക്കൂടെ ചങ്ങായി എന്ന് ഇൻഫാന്റിനോടും ഈ ട്രംപിനോടും ചോദിക്കാനുള്ളൂ. നന്ദി, നമസ്കാരം.